അട്ടപ്പാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അട്ടപ്പാടി ഇപ്പൊ തെങ്കര കഴിഞ്ഞു. തെങ്കര വരെ കുഴപ്പമില്ലാത്തൊരു റോഡായിരുന്നു. പ്രശ്നങ്ങളുണ്ട് അല്ലേ? അതുണ്ട് നമ്മുടെ, അതായത് നെല്ലിപ്പുഴയിന്ന് പറയട്ടെ നെല്ലിപ്പുഴയിന്ന് അട്ടപ്പാടി റോഡ് കയറുമ്പോ തന്നെ ഭയങ്കര മോശമാണ്. കൊറേ ഒരു 1.5 കൊല്ലത്തിന് അടുത്തായില്ലേ? അടുത്തായി. വണ്ടി കംപ്ലൈന്റ് ഉണ്ട്, അതാണ് പ്രശ്നം. നിങ്ങൾക്ക് റോഡ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും റോഡിന്റെ അവസ്ഥ. കാര്യം പറയുമ്പോ ബാക്കിൽ നിന്ന് ചിരിക്കാണല്ലോ അല്ലേ? എവിടെ പറഞ്ഞോ? ഓൺ ക്യാമറ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. പക്ഷെ ഫോണ് പോകുന്ന പേടി. വാഴ നട്ട പ്രതിഷേധമാണ്. ഇത് നമുക്കൊരു അൺഎക്സ്പെക്ടഡ് ആയി കിട്ടിയ സംഭവമാണ് പ്രതിഷേധം അല്ലേ? ഇത് 100% നമ്മളല്ലേ ഇതിന് അനുകൂലിക്കാണ്, ന്യായീകരിക്കുന്നു. വളരെ മോശമാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡ് വളരെ മോശമാണ്. റോഡ് വളരെ മോശമാണ്. ഇവിടുത്തെ നാട്ടുകാര് ദുരിതത്തിലാണ്. കുഴപ്പമൊന്നുമില്ല. ദുരിതത്തിലാണ് ഇവിടുത്തെ നാട്ടുകാര്, ജനങ്ങളും വലഞ്ഞിട്ടുണ്ട്. കാരണം അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴിയാണ്. തെങ്ങാണ്. തീർച്ചയായിട്ടും നമ്മള് പ്രതിഷേധം തന്നെയാണ്. പ്രതിഷേധം തന്നെയാണ്. ആൾക്കാരുടെ ചോദിച്ചാൽ വേണമെങ്കിൽ അവർ പറഞ്ഞു. ഇപ്പൊ നമുക്ക് സമയമല്ല ചോദിക്കാന്. ഇതാണ് ഇപ്പൊ പ്രശ്നം. കിട്ടിയില്ലേ? പ്രതിഷേധാണ് ഇത്. ഓഫ് റോഡ് റേസിംഗ് അല്ല ഇത്. ആക്ച്വലി ഇത് റോഡാണിത്. റോഡിന്റെ കണ്ടീഷനാണ്. തെങ്ങും വാഴയൊക്കെ വെച്ച് അല്ലേ? വളരെ മോശം. തെങ്ങുണ്ട്, വാഴ ഉണ്ട്, മുരിങ്ങുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. അതെ. നമ്മളിങ്ങനെ ഇതിന്റെ മുന്നേഷത്ത് 1.5 കൊല്ലത്തിന്റെ മുകളിലായിട്ട് ഇതേപോലെ തന്നെയാണ് അവസ്ഥ. ഈ വണ്ടി ചവിട്ടൂടെ? ചവിട്ട വണ്ടി ചവിട്ടോ? റോഡിന്റെ അവസ്ഥയാണത്. നമ്മളെ അട്ടപ്പാടിയിലേക്ക് പോണ വഴിയാണ്. റോഡിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകാരൊക്കെ പോണ വഴിയാണ്. നല്ല ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലേക്കാണ് ഇങ്ങനത്തെ ഇതുമാതിരിയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ. അതെ, ചളി ഇതിൻ്റെ എന്താ എനിക്ക് തോന്നുന്നത്? എന്താണത്? ഇതിപ്പോ അല്ല, കാരണം എന്താ പറയുക, ഇതിപ്പോ പറയാൻ കാരണം മലയോര ഹൈവേ ആയതുകൊണ്ടാണ് ഇത്രക്കും ഡിലേ ആവണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ്? അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. കേസിലാണെന്നോ? മലയോര ഹൈവേ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. റോട്ടിലാണ് വാഴയും കാര്യങ്ങളൊക്കെ. ബുദ്ധിമുട്ടാവും. അങ്ങനൊന്നും ചെയ്യരുതേ. അത് എന്തൊക്കെയാ ചെയ്യണ്ടേ? ആദ്യം നല്ല ഒരു നാട്ടുകാരെ പ്രതിഷേധം ഇപ്പൊ നമ്മളവിടെ കുറച്ച് മുന്നേ കഴിഞ്ഞ് വന്നത്. അപ്പോ വേണ്ട, റോഡിന്റെ അവസ്ഥ വളരെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് റോഡ് എന്നുള്ളത്. നമ്മളിപ്പോ ഒരാഴ്ചയിൽ 2 വട്ടമൊക്കെ വരുന്നത്. പക്ഷെ ഇത് പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെയുള്ള ആളുകളെ സാധനങ്ങൾക്ക് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോഡല്ല. ഇതിപ്പോ നമ്മള് 150 പോകാന്ന് പറഞ്ഞു. ഇനി 150 കൊണ്ട് തേങ്ങിയില്ല. എന്തായാലും 200 അടിക്കേണ്ടി വരും. 250 അടിക്കണം.
ചുരം കയറിയതിന് മുന്നേ ഒരു പമ്പുണ്ട്, ആനമൂളി പമ്പിൽ എല്ലാവർക്കും ചുരം കയറേണ്ട മുന്നേ എണ്ണ അടിക്കാൻ പറ്റിയൊരു വഴിയാണ്. അതിൻ്റെ നേരെ മുന്നത്തിന് ഒരു ചായക്കടി ഉണ്ട്. ചായ കുടിച്ചിട്ട് മെല്ലെ പോയതിട്ടാ. ചായ കുടിച്ചില്ല അത് വേണ്ട. അതെങ്ങനെ ഇളകിയത് അല്ലേ? ഇവിടുന്ന് സൗണ്ടൊക്കെ കേട്ടിരുന്നല്ലോ അടിയിലെ. വെള്ളം തരും കുറച്ച്. ഓ അവിടെ അതൊക്കെ ഇതുണ്ട് കേട്ടോ, ഒന്നും പറയരുതേ. ഇനിയിപ്പോ അവിടെ എത്തൂല്ലേ? ഇല്ല, ഫോട്ടോയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കഥയില്ലാതെ ആവശ്യമില്ലാതെ വെറുതെ സീറ്റ് ബെൽറ്റ് ഇടാല്ലേ? വണ്ടി നീങ്ങൂല. ഓക്കെ, നിയമങ്ങളൊക്കെ ചെയ്യേണ്ടത് ഓരല്ലേ, ബാക്കിയുള്ള ഓര് ചെയ്യണ്ടേ? റോഡിന്റെ ചുറ്റില്ലേ റോഡുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു 6-7 ചുരം കഴിഞ്ഞ് 10ാമത്തെ എത്താനായി. കാണണ്ടേ? ഇത് കണ്ടത് സാധനങ്ങളൊക്കെ കാണാം. ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലേ? ഇപ്പൊ കോട വന്നാൽ കറക്റ്റായിട്ട് കാണൂല. പക്ഷെ കോട ഉണ്ടെങ്കിൽ ഒരു വൈബാണ്. അതെ, അങ്ങനെ ഉണ്ട്. ആദ്യം നമുക്ക് പ്രായത്തിന്റെ ഒക്കെ മാറ്റണം. അതാണ് ഒന്നാമത് വെള്ള ബാക്ക്ഗ്രൗണ്ട് കാണാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എടുത്താൽ പോലെ. അതൊന്നല്ല, അത് ആസ്വദിക്കുന്ന പ്രകൃതി ആസ്വദിക്കുന്നവർക്കുള്ള അതിന്റെ കോട, അതിന്റെ ഒക്കെ ഒരു വൈബ് അറിയുള്ളൂ. കോട എല്ലാത്തിനെയും മറക്കും. ഇതെല്ലാം കാണണ്ടേ? കാണണ്ടേ? കാണുണ്ടാവില്ല. ഇവിടെ പൊട്ടിയില്ലേ, വെള്ളം ചാടുന്നുണ്ട്. അവിടെ നല്ലൊരു വ്യൂ ആണ്. അല്ല, അവിടെ ഇപ്പൊ മഴ ഇല്ലാത്തവര് വെള്ളം ചാടുക സംശയം. അവിടെ ഇപ്പൊ ഞാൻ ഗ്യാരണ്ടിയാണ് വെള്ളം ഉണ്ട്. നമ്മള് വരുന്ന ടൈമിലൊക്കെ ഇവിടെ നല്ല മഴയും കോടയൊക്കെ ഉണ്ടാവും. ചില ടൈമിലാണ് കിട്ടുന്നത്. അതെ, ഇതെന്താണ് ഒരു ടച്ചാണ് കിട്ടുന്നില്ല, ഒരു സാധനം കിട്ടില്ല. തിരിക്കാൻ അവിടുന്ന് എവിടുന്ന് എവിടുന്ന് അതെ. എവിടെയൊക്കെ കാറ്റ് വീശിന അവിടെ കോട. അയ്യോ, നമ്മളൊക്കെ അന്ന് എത്ര മലയൊക്കെ കേറി അടിപൊളി. ഇവന്റെ വന്നാ അന്ന് മലയെ കേറാൻ പറ്റില്ല, ഒന്നിനും പറ്റൂല. ഒരു നെഗറ്റീവ് ഫീൽ അല്ലേ? ഇപ്പൊ ചോപ്പ് കാറ് കാണുന്നേ പേടിയാ. അതെ, എന്തായാലും ബാക്കി മുകളിലെത്തിയിട്ട് കാണാം. ഓ, എങ്ങനെയുണ്ട്? ഉണ്ടോ? മെച്ചുണ്ടോ? പറഞ്ഞെടുക്കേ ഫോട്ടോ കിട്ടിയില്ലേ? കുറെ ആൾക്കാർ കുടിക്കാനൊക്കെ വെള്ളം എടുക്കണ്ടില്ലേ? കുപ്പിയിലൊക്കെ വന്ന് വെള്ളം എടുക്കുന്നുണ്ട്. സീന പോയെ. നല്ല വെള്ളമല്ലേ അത്? അല്ലേ അല്ലേ അല്ലേ? എടുക്കാം. എങ്ങനെയാ അത്? നല്ല വെള്ളമാണതേ. കാരണം അത് ഓക്കെ, അത് ഡയറക്റ്റ് മലയിൽ നിന്ന് വെള്ളമാണ്. നല്ല വെള്ളം അല്ലേ? അല്ലേ? നല്ല ഫ്രഷ് വാട്ടറാണ്. ഞാനുണ്ടോ കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ട് കനത്ത ഫോട്ടോ എടുക്കലാണ്. മുടി കാണണ്ട അതി. നടക്കൂ ഇത് കളിച്ച് എന്നാ പോരെ പോവാ. ഇത് കളിച്ച് എന്നാ പോരെ പോവാ. കാണിക്കണ്ടല്ലേ? കാണിക്കണ്ട. വ്ളോഗുണ്ട്. എന്നാ പോവാ. അതിൽ പോയില്ലേ? എന്നാ പോയി ടൈം. അപ്പോൾ ചുരം കയറി 10ാം വളം എത്തിയില്ലേ? 10ാം വളം എത്തിയിട്ട് തങ്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക.
കുരങ്ങന്മാര് ഇപ്പോൾ 10-ാം വളവാണ്. അത്യാവശ്യം പണിമുടക്കാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ട്. 10-ാം വളവിലാണ്. കുരങ്ങൻസൊക്കെ ഉണ്ട്. എവിടെ ഓ ഇതൊക്കെ വരൂട്ടോ. അത് ഇതൊക്കെ വരൂട്ടോ. ഉണ്ട് കഴിവുണ്ട്. കഴിവ് ഏറി. നല്ല മഴ വരുന്നുണ്ട്. ഈ മഴ വന്നിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ അല്ലേ? ആ അതാ അവിടെ അറ്റത്താണെങ്കിൽ അല്ല അവൻ മോൻ കഴിക്കാൻ വേണ്ടി പോയൊന്നു. നമ്മളെ വേണ്ട പിന്നെ ഇവിടെ തോന്നി. നല്ല വെള്ളമാണല്ലേ? അല്ലേ നല്ല വെള്ള താഴ്ത്തുകൊണ്ടുള്ള അല്ലേ? ഞാൻ ഇവിടെ ഓ അല്ല കവറിട്ടി നമ്മളിപ്പോൾ 10-ാം ചുരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് മുന്നിലേക്ക് വന്നിക്കാണ്. സൈലന്റ് വാലി. ഇവിടുന്ന് ഇനി 25 കിലോമീറ്റർ പോയ സൈലന്റ് വാലിയാണ്. ഇവിടെ അടുത്ത ജംഗ്ഷൻ സ്റ്റോപ്പ് വരുന്നത് മുക്കാലിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയ സൈലന്റ് വാലി. എടുത്ത് തന്നെയാണ്, കുറച്ച് ട്രെക്കിംഗ് ഒക്കെ ഉണ്ടെന്നുള്ളൂ. എന്തായാലും എന്നാൽ മുക്കാലിന്ന് കാണാം. പുള്ളിയോടെ എങ്ങനെയാന്നു? സൂപ്പർ എന്നല്ലേ? ചങ്കു എങ്ങനെയാന്നോ? ചങ്കു അല്ലേ? നല്ല ഉള്ള കഴിഞ്ഞൂലേ? അയ്യോ വീഡിയോയില് കണ്ടില്ല. ഞങ്ങളിത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് അല്ലേ? നമ്മളെ മുക്കാലി ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഒരു ചെറിയൊരു പള്ളിയുടെ ഓപ്പോസിറ്റ് കടയാണ്. നല്ല ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല അടിപൊളി ഉള്ളിയും കാര്യങ്ങളാണ്. നല്ല ചായ ഉണ്ട്, നല്ല ഉള്ളിവട, നല്ല ചമ്മന്തി അല്ലേ? ഒരു നല്ലൊരു എന്തായാലും കയറണം. റെസിപ്പി നല്ല ചമ്മന്തി ആദ്യം പറ്റിയില്ലേ? പറഞ്ഞു നല്ല ചമ്മന്തിയാണെന്ന് പറയാ. നല്ല സ്പൈസിയാണ്. പിന്നെ ഈ വഴി ആരെങ്കിലും വരികയാണെങ്കിൽ എന്തായാലും കയറണം. തങ്കുത ചമ്മന്തി മാത്രമായിട്ട് കഴിക്കണേ. അപ്പൊ ടേസ്റ്റ് കൊണ്ടാകും കഴിക്കണേ. നല്ല ചായയാണ്, കുഴപ്പമൊന്നും പറയാം. അയ്യോ ബ്ലോഗാണ്. അപ്പൊ നമ്മള് മുകളിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് വ്ളോഗ് എൻഡായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീണ്ടും.